ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരരെ, സമ്പൂർണ്ണ ബൈബിൾ വായനയുടെ അവസാനത്തെ പുസ്തകമായ 2 മക്കബായരിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവുമാണ് ഈ ബൈബിള് ഇത്രയും വായിക്കുവാനായിട്ട് ദൈവം നൽകിയ വലിയ കൃപയെ ഓർത്ത്, സ്വർഗത്തിൽ നിന്നുള്ള വലിയ സഹായത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, നിസ്സാരിയും ബലഹീനയുമായ എന്നിലൂടെ ഈ ബൈബിൾ വായിക്കാനായിട്ട് അങ്ങനെ തിരഞ്ഞെടുത്തതിനെ ഓർത്തുകൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ മക്കബായരുടെ പുസ്തകം ഈ കാലത്ത് ക്രിസ്ത്യാനികൾ നേരിടുന്ന, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മതപീഡനത്തിൻ്റെ ഒരു നേർക്കാഴ്ചയിലോട്ട് ഞങ്ങൾ നയിക്കുകയാണല്ലോ. കർത്താവേ, അങ്ങ് സ്വർഗത്തിൽ നിന്ന് കാണണമേ. അങ്ങയുടെ ജനം പീഡനമേൽക്കുന്നത് അവരെ സഹായത്തിനായിട്ട് അങ്ങ് വരണമേ. കർത്താവേ, ഈ ലോകത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചതെന്ന് ഞങ്ങൾ അറിയുന്നു. വിശുദ്ധിയിലേക്കാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഓരോ ദിവസവും വിശുദ്ധിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നലകളുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് അങ്ങ് ഞങ്ങളുടെ ഈ പാപങ്ങൾ കുരിശിൽ വഹിച്ചുവല്ലോ. യേശുവേ, ഞങ്ങളെ വിശുദ്ധരാക്കാൻ, ഞങ്ങളെ പിതാവായ ദൈവവുമായി അടുപ്പിക്കാൻ, ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി മാറ്റാൻ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റാനായിട്ട് സ്വപുത്രനായ യേശുവിനെ ഭൂമിയിലോട്ട് അയച്ച് പാടുപീഡകളേറ്റ് കുരിശിൽ മരിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത യേശു ക്രിസ്തു പച്ചമരത്തോട് ഇതാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിന് പിന്നെ ഉണക്കമരത്തോട് എന്ത് തന്നെ ചെയ്യും? നമ്മുടെ സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ ദൈവത്തോട്, സ്വപുത്രനായ യേശുവിനോട് ജനങ്ങൾ, ഈ ലോകത്തിൻ്റെ ജനത ഇതാണ് ചെയ്തതെങ്കിൽ യേശുവിനോട് ഒട്ടി നിൽക്കുന്ന നമ്മളോടും ഇതൊക്കെ തന്നെയാണ് ചെയ്യുക. വരുന്ന എല്ലാ ദുരിതങ്ങളെയും, വരുന്ന എല്ലാ സഹനങ്ങളെയും ധീരതയോടെ നേരിടാനായിട്ട്, വചനമുള്ളിൽ നിറയ്ക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ സ്ഥിരോത്സാഹത്തോടെ മുന്നേറാൻ ദൈവവചനം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കട്ടെ. ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നു, നമ്മളെ വിശുദ്ധരാക്കുന്നു, നമ്മിലുള്ള പാപക്കറകളെ അത് കഴുകിക്കളയുന്നു. യേശുവിനെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടിക്ക് കൂടുതൽ കൂടുതൽ ഉത്സുകരാകാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ആമേൻ.